അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, 5.5 വയസ്സ് മാത്രം പ്രായമുള്ള ഐഷ മനാൽ എന്ന് പറയുന്ന ഈ പൊന്നുമോളുടെ ഈ പുഞ്ചിരി മായാതെ നമ്മൾ ആ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് ആദ്യം തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ഈ പൊന്നുമോൾക്ക് NMDA എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന തലച്ചോറിന് ബാധിക്കുന്ന അപൂർവമായ രോഗം ബാധിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് പ്രിയപ്പെട്ട പൊന്നു മകൾ കിടക്കുന്നത്. പൂർണ്ണ ഗർഭിണിയായ ഐഷ മനാലിന്റെ ഉമ്മ സ്വന്തം മകൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് നമ്മുടെ മുൻപിൽ കൈനീട്ടി യാചിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെല്ലാം ഈ വീഡിയോ ഏറ്റെടുക്കണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെ പ്രാർത്ഥനയും ഈ പൊന്നുമകൾക്ക് ഉണ്ടാകണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ മോള് 5.5 വയസ്സുള്ള ഐഷ മനാൽ, മോൾക്കൊരു അപൂർവ രോഗം ബാധിച്ച് ആസ്റ്റർ മെഡിസിറ്റിയിൽ അഡ്മിറ്റാണ്. NMDA എൻസെഫലൈറ്റിസ് എന്നാണ് അസുഖത്തിൻ്റെ പേര്. മോള് ചികിത്സിക്കാനായിട്ട് ഒത്തിരി പണം ആവശ്യമാണ്. നമുക്കിപ്പോൾ തന്നെ ഒത്തിരി പൈസ ഇവിടെ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 35 ലക്ഷത്തോളം രൂപയോളം ചികിത്സാ ചെലവ് വരുമെന്നാണ് ഇവിടുന്ന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, മോക്കിന് ഒരു 3 മാസം കൂടെ ഇവിടെ അഡ്മിറ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും നമ്മൾ സഹായിക്കണം. അസ്സലാമു അലൈക്കും. വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ആയിഷ മനാൽ എന്ന് പറയുന്ന 5.5 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നു മകൾക്ക് നിങ്ങളുടെ എല്ലാം വലിയൊരു സഹായം ആവശ്യമുണ്ട്. NMDA എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന തലച്ചോറിന് ബാധിക്കുന്ന അപൂർവ രോഗം ബാധിച്ച് വളരെ മാരകമായ അവസ്ഥയിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ കഴിയുകയാണ്. വളരെ സങ്കടത്തോടെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ വീഡിയോ എത്തിക്കുന്നത്. ഐഷ മനാലിന്റെ ഉമ്മ പൂർണ്ണ ഗർഭിണിയാണ്. സന്തോഷം കെട്ടേണ്ട ഈ അവസ്ഥയിൽ മകൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കണ്ണീരോടെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ആ പ്രിയപ്പെട്ട ഉമ്മ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ആരും തട്ടിമാറ്റി കളയരുത്. ഒരു നാട് മൊത്തം ഈ രാത്രി ഒന്നിച്ച് നിൽക്കുകയാണ് ഈ പ്രിയപ്പെട്ട പൊന്നു മകൾക്ക് വേണ്ടി. നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ കഴുത്തിന്റെ ഭാഗത്ത് തുളച്ചിരിക്കുന്നു, അബോധാവസ്ഥയിൽ കിടക്കുന്നു, വല്ലാത്തൊരവസ്ഥയിലാണ്. 35 ലക്ഷം രൂപയാണ് ഐഷ മനാലിന്റെ ജീവന് വേണ്ടി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും കൈയൊഴിയരുത്. ഒരു വഴിയുമില്ല, വളരെ എമർജൻസിയാണ്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ട്രീറ്റ്മെന്റ് പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ഈ കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ കാണുന്നവരും കേൾക്കുന്നവരൊക്കെ നമ്മുടെ മകളെ പോലെ കണ്ടുകൊണ്ട് എല്ലാവരും ഏറ്റെടുക്കണം വീഡിയോ. ആരും കഴിയുവരുത്. ഇവിടെ വലിയൊരു ജനകീയ കമ്മിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അവർ പറയും. ഞാൻ ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം, പെരുമ്പാവൂര് മാറമ്പള്ളി മഹലിലെ ഒരു കുട്ടിയാണ്. വളരെ അത്യാവശ്യമായി സമ്പത്ത് ആവശ്യമായതുകൊണ്ടാണ് ഇങ്ങനെ ഈ നാട്ടുകാർ മുഴുവൻ ആ കുട്ടിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രവാചകാധ്യാപനമുണ്ട്, നിങ്ങൾ തന്റെ സഹോദരന്റെ ആവശ്യത്തിനായിരിക്കുമ്പോൾ സൃഷ്ടാവ് നിങ്ങളുടെ സഹായത്തിലായിരിക്കുമെന്നാണ്. അപ്പോൾ ആ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും സഹായത്തോടെ മുന്നോട്ട് വരണം. വളരെ വിനയത്തോടെ അറിയിക്കുകയാണ്. ഞാൻ TM സക്കീർ ഹുസൈൻ, പെരുമ്പാവൂർ മുൻ മുനിസിപ്പൽ ചെയർമാനും മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും മൈനോറിറ്റി കോൺഗ്രസിന്റെ സംസ്ഥാന ചെയർമാനുമാണ്. ഞങ്ങൾക്കൊക്കെ നേരിട്ടറിയാവുന്ന കുടുംബമാണ്. ആ കുട്ടിയെ എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ ട്രീറ്റ്മെന്റ് പരിപൂർണമാക്കി കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. വളരെ വിനീതമായി നിങ്ങളോടൊക്കെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അൻസാർ അലി. ഞാൻ ഈ വാർഡിലെ മെമ്പറാണ്. എൻ്റെ വാർഡ് അംഗവും എൻ്റെ സുഹൃത്തുമായ അബുവിൻ്റെ മകൾ ഐഷ എന്ന കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് എല്ലാവരും കൂടിയിരിക്കുന്നത്. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന കുടുംബമാണ് അബുവിൻ്റേത്. എല്ലാവരും അവരാൽ കഴിയാവുന്ന വിധം ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സനിത റഹീം, എറണാകുളം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. എൻ്റെ പഞ്ചായത്തിൽ മാറമ്പള്ളി എന്ന സ്ഥലത്ത് ഐഷ മനാൽ എന്ന 5 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി അപൂർവമായ തലച്ചോറിനെ ബാധിക്കുന്ന രോഗം ബാധിച്ച് ചികിത്സയിലാണ്. ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വലിയ ഭീമമായ തുക ചെലവ് വരുന്നുണ്ട്. തീർച്ചയായും തീരെ പാവപ്പെട്ട കുടുംബാംഗമായ ആ കുഞ്ഞിനെ, ആ പൊന്നുമോളെ രക്ഷിക്കുവാൻ നിങ്ങളാൽ കഴിയുന്ന എല്ലാവരുടെയും സാമ്പത്തികമായ സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഞാൻ ഷാജിദ നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പറാണ്. ഐഷ മനാലിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എല്ലാവരും വരുന്നത്. എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ പിഞ്ചു കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. വാടക വീട്ടിൽ താമസിക്കുന്ന
ഒരു നിവൃത്തിയുമില്ലാത്ത അബു എന്ന് പറയുന്ന പ്രിയപ്പെട്ടവന്റെ മകളാണ് ഐഷ മനാൽ എന്ന് പറയുന്ന നമ്മൾ ഈ വീഡിയോയിൽ കണ്ട പ്രിയപ്പെട്ട മകൾ. ആര് കൈ ഒഴിയരുത്, എല്ലാവരും വീഡിയോ ഇട്ടെടുക്കണം. അവരുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും QR കോഡും ഒക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ വെക്കുന്നുണ്ട്. അക്കൗണ്ടും ഒക്കെ ബ്ലോക്ക് ആവാൻ വളരെ സാധ്യതകൾ ഉള്ളത് കൊണ്ട് നിങ്ങൾ QR കോഡിനും ബാങ്ക് വഴിയും നേരിട്ടും ഈ അക്കൗണ്ടുകളിലേക്ക് പൈസ അയച്ച് പ്രിയപ്പെട്ട പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളോടൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാവണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുക.